السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മലായിക്കത്തുകൾ ഒരുമിച്ച് കൂടിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, അനുഗ്രഹങ്ങൾ ചൊരിയുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്തിഗ്ഫാറിനെ ജീവജാലങ്ങളും കടലിലെ മത്സ്യങ്ങൾ പോലും ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദീനിൻ്റെ സദസ്സിൽ, ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂന് പഠിച്ചു അല്ലേ? അൽഹംദുലില്ലാ. അവിടെ പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ട് നമ്മുടെ ആരാധനകൾ നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് മാത്രമായിട്ട് ചെയ്യുക, ശിർക്കിൽ നിന്നും ശിർക്കിൻ്റെ വാക്താക്കളിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അത് ദീനീപരമായിട്ടുള്ള വിഷയങ്ങളിലാണ്, ദുനിയവിയായിട്ടുള്ള വിഷയങ്ങളിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണപ്പെടുന്ന സാഹചര്യത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച തൊട്ടപ്പുറത്തുള്ള ജൂതൻ്റെ അടുക്കൽ പണയത്തിലാണ് അല്ലേ? അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു നിലക്കും മറ്റു മതസ്ഥരുടേത് നമ്മളുടെ ഭാഗമാകാതിരിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ സൂറത്തിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. മക്കാ മുശ്രിക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ചില സാഹചര്യങ്ങൾ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹുവിനെ മാത്രമായിട്ട് പങ്കുകാരെ ചേർക്കാതെ പ്രാർത്ഥിക്കുന്നവരായിരുന്നില്ല ആര്? മക്കാ മുശ്രിക്കുകൾ എന്നുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ കൗസർ അല്ലേ? സൂറത്തുൽ കൗസറിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാം? ഏറ്റവും ചെറിയ സൂറത്താന്നൊക്കെ അറിയാം അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പാരായണം ചെയ്യാം, എൻ്റെ ശേഷം ഓതൂലേ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന അല്ലേ, നിങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മളൊന്നും മണിച്ചിങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നാ അഅ്തൈനാകൽ കൗസർ അല്ല, ചെറിയ സൂറത്താണ്. പക്ഷെ അക്ഷരങ്ങളൊക്കെ കണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അർത്ഥമൊക്കെ കണ്ട് മാറിപ്പോവും. അറബിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം അതുകൊണ്ട് തന്നെ അ ഒന്നാണ്, ആ വേറൊന്നാണ് അല്ലേ? ഐനാണ്.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 108ാമത്തെ സൂറത്ത്, 108ാമത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ. സൂറത്തു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നും ഈ സൂറത്തിനൊരു പേരുണ്ട്. ഈ ഒരു ചെറിയ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ്. മക്കീ കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള, മക്കീ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾക്കാണ് നമുക്ക് എന്ത് പറയാം, മക്കിയായ സൂറത്ത് എന്ന് പറയാം. അതിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം മുഫസ്സിറുകളുടെയും ഒക്കെ അഭിപ്രായം. എന്നാൽ ചുരുക്കം ചില മുഫസ്സിറുകൾ ഇത് മദനിയായിട്ടുള്ള സൂറത്താണ് എന്നുകൂടി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഒരു അഭിപ്രായ ഭിന്നത ആ വിഷയത്തിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമതായിട്ട് സൂറത്തുൽ കൗസറിനെ കുറിച്ച് നമ്മൾ പറയാറുള്ള ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. എന്നാലേ എന്തുകൊണ്ടാണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് എന്ന് പറയാൻ കാരണം? ഞാൻ മാത്രം ഇങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല, കുറച്ചൊരു മറുപടി അല്ലേ? എന്തുകൊണ്ടാ? 3 ആയത്തുള്ളൂ. എന്നാൽ അതിനൊരു സൂറത്ത് ഓതാൻ പോകട്ടോ. അത് ചെറുതാണോ അല്ലേ എന്നും കൂടി പറയണം. അപ്പോൾ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എത്ര ആയത്തുണ്ട്? 3 ആയത്തല്ലേ? അടുത്തൊരു സൂറത്തും കൂടി ഓതാ. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. എത്ര ആയത്തുണ്ട്? അപ്പൊ ഈ 3 സൂറത്തും ചെറിയ സൂറത്താ അല്ല അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ എന്തുകൊണ്ടാ? വേറെന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചോ? ഇല്ല. കുറച്ച് ചെറിയ ആയത്തുകളാന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. കുറച്ച് കലിമത്തുകളുള്ളൂ, 10 കലിമത്തുകൾ, 10 വാക്കുകൾ. ഇന്നാ അഅ്തൈനാക അൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവ അൽ അബ്തർ. എത്ര? 10. ബാക്കിയുള്ള എണ്ണി നോക്കി, കൂടുതലുണ്ടോ? അപ്പൊ ഏറ്റവും കുറവ് വാക്കുകളുള്ള കലിമത്തുകളുള്ള സൂറത്താണ് ഏത്? സൂറത്തുൽ കൗസർ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെറിയ സൂറത്തായത്. അപ്പൊ വാക്കുകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അക്ഷരങ്ങളുടെ എണ്ണവും കുറവാണ്. അപ്പൊ ഏറ്റവും കുറവ് അക്ഷരങ്ങളുള്ള സൂറത്തും, അത് മാത്രമല്ല ഇനിയും ഇതിലുള്ള ഓരോ ആയത്തുകളുടെയും അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിയതിൻ്റെ എണ്ണവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പലരും അതിനുള്ള പഠനം നടത്തിയിട്ട്, ശാസ്ത്രീയപരമായിട്ടും ഘടനാപരമായിട്ടൊക്കെ പഠനം നടത്തിയിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ മുഅ്ജിസത്തുകളിൽ എണ്ണി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ സൂറത്താണ്. ഈ ചെറിയ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും മക്കാ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ പല രൂപത്തിൽ പ്രയാസപ്പെടുത്താറുണ്ടായിരുന്നു. പല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തും. അങ്ങനെ പല പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ അതിന് മറുപടിയായിട്ട് വരിക അള്ളാഹിൻ്റെ അടുക്കുന്ന് ആയത്തിറങ്ങുക, സൂറത്തിറങ്ങുകയൊക്കെ ചെയ്യുക. അല്ലെ, കഴിഞ്ഞ സൂറത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്കൊരു നീക്കുപോക്കാവാം, കുറച്ചങ്ങോട്ട് കുറച്ചിങ്ങോട്ട്, ഞാൻ കുറച്ചൊക്കെ അതാലോചിക്കാം അല്ലേ, കുറച്ച് ഞങ്ങളത് ആരാധിച്ചോളി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങി അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കാ മുശ്രിക്കുകൾ പ്രധാനപ്പെട്ട ഒരു വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ട സാഹചര്യത്തിൽ പുത്ര മുഹമ്മദിൻ്റെ വാലറ്റ് പോയിട്ടുണ്ട്. ഭാവിയിൽ ഇനി ഒരു പേര് അവശേഷിക്കാത്ത രൂപത്തിലായിട്ടുണ്ട്. അനന്തരമെടുക്കാൻ ഒരു ആൺതരി ഇല്ലാത്ത രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അനന്തരം നശിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ള ആൺമക്കൾ അല്ലേ, ഖാസിം. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട ഒരു പേരെന്നത് അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പോൾ ഖാസിം, അതുപോലെ തന്നെ ഇബ്രാഹിം, ഇവരൊക്കെ മരണപ്പെട്ട സാഹചര്യത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വയ്യിബ്, ത്വാഹിർ എന്നൊക്കെ. ഇബ്രാഹിം വരുന്നത് മരിയത്തുൽ കിബ്തിയല്ല. ഖദീജ റളിയല്ലാഹു അൻഹയിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അബ്ദുള്ള. അപ്പൊ ഖാസിമും അബ്ദുള്ള ഒക്കെ മരണപ്പെട്ട സാഹചര്യത്തിൽ, ആ ഒരു അബ്ദുള്ളയും കൂടി മരണപ്പെട്ട സാഹചര്യത്തിൽ അബൂലഹബാരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന, ശരിക്കും ഏറ്റവും അടുത്ത അയൽവാസിയുടെയാണ്. നേരെ അബൂലഹബ് എന്ന് പറയുന്നിട്ടുണ്ട്, ബുത്തിറ മുഹമ്മദുൻ അല്ലയില, കഴിഞ്ഞ രാത്രി മുഹമ്മദിൻ്റെ വാലറ്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് അനന്തരമെടുക്കാത്ത രൂപത്തിലായിട്ടുണ്ട്
ആൺമക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പിതൃവ്യനാണ്, ഒരു ആൺകുഞ്ഞ് മരണപ്പെട്ടതാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മളെ തൊട്ടപ്പുറത്ത് അയൽവാസിൻ്റെ അടുത്ത് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് പ്രസവിച്ച ഉടനെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓരോ പോയിട്ട് സമാധാനിപ്പിക്കൂലേ? എന്നാൽ അബൂലഹബ് ചെയ്തെന്താ? നേരെ പോയിട്ട് ഖുറൈശികളുടെ സദസ്സിൽ പോയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ്, മുഹമ്മദിൻ്റെ മതം ഇനി എന്ത് ചെയ്യൂല, നിലനിൽക്കൂല, കാരണം ഉള്ള ആൺകുട്ടിയും ജനിച്ച അതേമാതിരി മരിച്ചു പോയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആൺകുഞ്ഞുങ്ങളൊക്കെ എന്നെ മരിച്ചപ്പോൾ എനിക്കൊന്ന് മുല കൊടുക്കാനെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. നമ്മുടെ മക്കളെ സ്വർഗത്തിലെ സ്ത്രീകൾ മുലയൂട്ടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ട് എന്ന്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിലൂടെ അത് നിങ്ങളുടെ പ്രവാചകന്റെ വിഷയങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അബൂജഹൽ, ആസിബിന് വാഹിൽ, കഅബിന് അഷ്റഫ്, ഇങ്ങനെയുള്ള കുറേ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരിച്ചുപോയ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ സന്തോഷത്തോട് കൂടിയിട്ട് പറയാണെന്ത്, ഇനി മുഹമ്മദിന്റെ ആശയൊന്നും ഇവിടെ നിലനിൽക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ വെച്ചാൽ ആൺകുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ബുത്ര മുഹമ്മദുൻ അല്ലെങ്കിൽ അൻ സുംബൂറുൽ മുംബത്തിർ എന്നൊക്കെ രൂപത്തിലൊക്കെ കഅബിനു അഷ്റഫിനെ പഠിപ്പിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ പറഞ്ഞ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തറായിട്ടുണ്ട്, അൽ അബ്തറായിട്ടുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണെന്ത്, അൽ കൗസർ. രണ്ട് ഘടന ഒരേപോലെ അല്ലേ? നോക്കി, അൽ അബ്തർ, അൽ കൗസർ അല്ലെ? അൽ അബ്തർ എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽ അബ്തർ അല്ല, എനിക്ക് അൽ കൗസർ ഉണ്ട്. അബ്തർ ഓരെന്നെയാണ്, പറഞ്ഞ ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞു. അതാണ് ഈ സൂറത്തിലൂടെ പ്രധാനമായിട്ടും ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു എന്നുള്ള. അപ്പോൾ ഒരു സാഹചര്യം, ഇത് ഇറങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം അത്. മറ്റൊന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ സ്വഹാബാക്കളുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു മയക്കം ഇങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണീറ്റുകാണ്ട് എന്ത് വെച്ചാൽ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ മറ്റു സ്വഹാബാക്കൾ ചോദിച്ചു, എല്ലാ റസൂലേ നിങ്ങൾ എന്താ ദഹിക്ത, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓതി കൊടുത്തു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതുകൊണ്ട് ഓതി കൊടുത്തു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ഹൽ തദറൂന അൽ കൗസർ, എന്താ അൽ കൗസർ എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അൽ കൗസറിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? മദീനയിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് അവതരിച്ചു എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ചില ആളുകൾ എന്ത് ചെയ്ത്, ഇത് മദീനയിൽ അവതരിച്ചതാണ് എന്ന അഭിപ്രായം വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മക്കയിലും അവതരിച്ചിട്ടുണ്ട്, മദീനയിലും അവതരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പിന്നെ അതിനൊരു ഖുലാസയായിട്ട് പറയുന്നത്. കാരണം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവതരിപ്പിച്ചു, അതേ സൂറത്ത് തന്നെ പിന്നെ മദീനയിൽ എന്ത് ചെയ്തു, അവതരിപ്പിക്കുകയും ചെയ്തു എന്ന രൂപത്തിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബ്തർ ആണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അൽ കൗസർ നിനക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അർത്ഥം പറയുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഒന്നാമത്തെ ആയത്ത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഒന്ന് ഓതോ. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉറപ്പിച്ചു പറയാണ്. ഇന്നാ നിശ്ചയമായിട്ടും നാം അഅ്തൈനാക നിനക്ക് നാം നൽകിയിട്ടുണ്ട് അൽ കൗസർ, കൗസർ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിനക്ക് നാം കൗസർ നൽകിയിട്ടുണ്ട്. എന്താ കൗസർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നഹ്റുൻ വഅദനീഹി അസ്സ വജല്ല റബ്ബി അസ്സ വജല്ല. നഹ്റുൻ അതൊരു പുഴയാണ്, ഒരു നദിയാണ്. ആ നദിന്റെ പ്രത്യേകത എന്താണ്? വഅദനീഹി റബ്ബി അസ്സ വജല്ല അലൈഹി, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒന്നാണ് ഖൈറുൻ കസീറുൻ, ഒരുപാട് ഖൈറുള്ള ധാരാളം നന്മകളുള്ള ഒരു നദി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ നദിയാണ് അത് എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ചേർത്ത് പറഞ്ഞു ഹുവ ഹൗലുൻ, അതൊരു ഹൗലാണ്. എന്തായിരുന്നു എന്റെ പ്രയാസം അവിടെ? ഓക്കെ, അപ്പോ പറയണെന്ത്, അതൊരു ഹൗദാണെന്ന് കൂടി ചേർത്ത് പറഞ്ഞു. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, അതിൽ നിന്ന് ഞാൻ അവർക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് ആ ഹൗദിൽ നിന്ന് കോരി കൊടുക്കും.
അവർക്ക് കുടിക്കാൻ കൊടുക്കും. അപ്പം അത് ഹൗദാണെന്നും പറഞ്ഞു. അത് ഹൗദാണെന്നും പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഐഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഈ ഇന്ന അത്വയിനാക്കൽ കൗസർ എന്നതിൽ അൽ കൗസർ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഐഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നഹറുൻ അഅതീഹി നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു നെഹറാണത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് അതിൻ്റെ ബാക്കി, ഷാത്തിആഹു അലൈഹി ദുർറും മുജവ്വഫ്. എത്ര സുന്ദരാന്നറിയോ. ശരിക്കും നമ്മൾ ആ രംഗം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാം, അതിൻ്റെ ഇരു കരങ്ങളിലായിട്ട് ഉള്ളു പൊള്ളയായ മുത്തിനാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളുണ്ട് ആ നെഹറിൻ്റെ കരയിൽ. എന്നിട്ട് വീണ്ടും പറയാണ്, ആനിയത്തുഹു കഅദദിൻ നുജൂം, അതിന്ന് കോരി കുടിക്കാനുള്ള ആനിയത്ത്, ആ കോപ്പകളുണ്ടല്ലോ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾ എണ്ണി വെക്കണോ? കണ്ണ് കയ്യോ ഇല്ല. ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, അതിലുള്ള കോരി കുടിക്കുവാനുള്ള കോപ്പകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ കണക്കെയാണ്. അപ്പൊ അത്രയുള്ള ഒരു നദിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഒരു നദിയാണെന്ന് മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അൽ കൗസറു നഹറുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്. എന്നിട്ട് പറയാണ്, ഹാഫതാഹു ദഹബും വഫിദ്ദ, അതിൻ്റെ ഇരു കരങ്ങളിലുമായിട്ട് സ്വർണവും വെള്ളിയുമാണ്. അല്ലേ, സ്വർണം വാങ്ങാൻ വേണ്ടി നമ്മളെത്ര കഷ്ടപ്പെടില്ല. സ്വർണം വെള്ളിയാണ് അതിൻ്റെ ഇരു കരങ്ങളിലും. അവസാനിപ്പിക്കുന്നില്ല, യജ്രി അലൽ യാഖൂത്ത് വദ്ദുർ. നമ്മളെ നാട്ടിലൊക്കെ ഈ നദി ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്താ ഉണ്ടാവുക? കുറേ ചെളി ഉണ്ടാവും അല്ലേ. എന്നാൽ ഇതിൻ്റെ അടിയിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ അടിയിൽ എന്താന്ന് പറയണം, മരതകം, പവിഴം, മുത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ അടിയിൽ അതാണ്, ചളിയോ കാര്യങ്ങളൊന്നുമല്ല. എന്നിട്ട് വീണ്ടും ആ ഹദീസിൽ വീണ്ടും പറയുന്നത് കാണാൻ സാധിക്കും, മാഉഹു അബിയദും മിനസ് സൽജ്, മഞ്ഞിനേക്കാളും വെളുത്തിട്ടാണ് അതിത്തെ വെള്ളം. വഅഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാളും മാധുര്യമേറിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന അൽ കൗസർ എന്ന നദിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും, ഹൗദി, അതെൻ്റെ ഹൗദാണ്. എത്ര വെച്ചോളം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തെ വഴുതൂരുള്ള ഒരു ഹൗദാണെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടുന്ന് ആരെങ്കിലും ഒരു തുള്ളി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഒരു ദാഹം തോന്നൂല. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ആദ്യം നദിയാന്ന് പറഞ്ഞു, ഹൗദാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ഹദീസും കൂടി ചേരുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത് നെഹറും ഹൗദും ആണെന്നുള്ള നമുക്കൊണ്ട് ബോധ്യപ്പെടും. കാരണം വെച്ചാൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അതിലേക്ക് ഹൗദിലേക്ക് നെഹറിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നുള്ള കൗസർ എന്ന് പറയുന്ന അൽ കൗസർ എന്ന് പറയുന്ന നദിയിൽ നിന്ന് 2 മീസാബുകളിലൂടെയായിട്ട് മഹ്ശറിലുള്ള ഹൗദിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളെത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, രണ്ടുമാണ് അല്ലേ. അതായത് സ്വർഗത്തിൽ നിന്നുള്ള അൽ കൗസർ എന്ന് പറയുന്ന നദിയിൽ നിന്നും മഹ്ശറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടുള്ള ഹൗദുൽ കൗസർ അല്ലേ. ആ ഹൗദുൽ കൗസറിലേക്ക് 2 മീസാബുകളിലൂടെയായിട്ട്, നമ്മൾ ഈ വെള്ളം വരാനുള്ള കൈവരി എന്നൊക്കെ മീസാബ് എന്ന് പറയും, അല്ലെങ്കിൽ പാത്തി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അങ്ങനെ 2 ഇതിലൂടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൗദിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉദിത്തു അന്നീ ഖദ് റഅയ്തു ഇഖ്വാനുനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ശരിക്കും നമ്മൾ മനസ്സിലിങ്ങനെ ചേർത്ത് വെക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ ഖൗലുകള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകള് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കണം. കാരണം ഏത് സമയത്തും ജീവിതത്തിലെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് അത് നമുക്ക് പ്രേരകമായി മാറണം. ആ ഹൗദുൽ കൗസർ കിട്ടാൻ എനിക്ക് മോഹം അല്ലെ എനിക്ക് ഇതാ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് അല്ലേ. കഅബം അല്ലെ, മക്കത്ത് എന്തിന് ഹജ്ജിന്റെ രാവിൽ കഅബം കീ നാവ് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലേ. ഞാൻ ഏതായാലും പാടുന്നില്ല, അങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പാട്ടുകൾ പാടിയാൽ മതിയോ? കിട്ടുമോ? കിട്ടൂല അല്ലേ. ജന്നാത്തുൽ ഫിർദൗസിൽ എനിക്ക് കയറാൻ മോഹം അല്ലേ, ആ ഒരു ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം, അതൊക്കെയാണ് അതിൽ വരികൾ. പക്ഷെ ചിലപ്പോൾ നല്ല പാടുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അപ്പൊ ഏതായാലും പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാട്ട് മതിയോ നമുക്ക് സ്വർഗം കിട്ടാൻ, ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ, ഹൗദുൽ കൗസർ ലഭിക്കാൻ? പോരാ. അപ്പൊ അതിനെന്ത് വേണം? ആ ഹൗദുൽ കൗസർ നമുക്ക് ഏതായാലും ചിന്തിക്കുന്നതിന് അപ്പുറമാണ് സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത്. എന്തായാലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുന്നുള്ള. അപ്പൊ അത് കിട്ടണമെങ്കിൽ അതിന് വേണ്ടേ ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും മനസ്സിലുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉദിത്തു അന്നീ ഖദ് റഅയ്തു ഇഖ്വാനുനാ, ഞാൻ എൻ്റെ ഇഖ്വാനിങ്ങളെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹത്തിലാണെന്ന്. ആരോടെ? സ്വഹാബാക്കളോടെ പറയണേ. അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, എല്ലാ റസൂലേ,
അലസ്ന ഇഖ്വാനുക്, ഞങ്ങൾ നിങ്ങളുടെ ഇഖ്വാനല്ലേ, ഞങ്ങൾ നിങ്ങളെ സഹോദരന്മാരെന്നല്ലേ. അപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ എൻ്റെ ഇഖ്വാനല്ല, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. എൻ്റെ ഇഖ്വാനുകൾ ആരാന്ന് പറയുന്നുണ്ട്. ആരാണ്? വ ഇഖ്വാനി അല്ലദീന ലം യഅതു ബഅദ്. ഇതുവരെ അവർ വന്നിട്ടില്ല, ഇനി വരാനുള്ള ആൾക്കാരാ, ഇനി വരാനുള്ള ആളുകളാണ് അവർ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവർക്ക് മുമ്പൊക്കെ, നിങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ഹൗദിന്റെ അടുക്കലേക്ക് എത്തും. അപ്പൊ ആ സമയത്ത് ചോദിക്കുകയാണ്, അല്ല ഇനി വരാനുള്ള ആൾക്കാരാണല്ലോ, റസൂലുള്ളാഹി കണ്ടിണോ? കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് കൈഫ തഅരിഫു മൻ യഅതി ബഅദക മിൻ ഉമ്മതിക, നിങ്ങൾ ഉമ്മത്തിൽ നിന്ന് ഇനി വരാനുള്ള ആളുകളെ റസൂലുള്ളാഹി എങ്ങനെ നിങ്ങൾ തിരിച്ചറിയാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അവരെ തിരിച്ചറിയുന്നത്, നിങ്ങളൊരു നല്ല ഒരു കുതിരയുടെ വലിയൊരു കൂട്ടം, ആ കൂട്ടത്തിൽ വലിയ നിറമൊന്നുമില്ലാത്ത കുറേ കുതിരകളുണ്ട്, എന്നാൽ അതിന് നല്ല നിറമുള്ള കറുപ്പതായിട്ടുള്ള ഒരു കുതിര ഉണ്ട്, നിങ്ങൾ തിരിച്ചറിയില്ലേ? തിരിച്ചറിയുന്ന പറഞ്ഞേ അതേപോലെ ഞാൻ എൻ്റെ ഉമ്മത്തീങ്ങൾ തിരിച്ചറിയും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ വുദൂകളൊക്കെ ചെയ്തിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നവരായിട്ട് നാളെ കടന്നു വരും. അപ്പം ഞാൻ എൻ്റെ ഇഖ്വാനുകളെ തിരിച്ചറിയും. അപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരെ അതിലുൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, കാര്യങ്ങൾ അതിലുണ്ടാവണ്ടേ. എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ, അവസാനിച്ചിട്ടില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വളരെ ഗൗരവത്തോട് വിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൗമ് ഇങ്ങനെ ദയമാരി ഇങ്ങനെ വരും, അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ ഹൗദിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കും. ആ സമയത്താണ് അവർക്ക് മുമ്പിൽ ഒരു മറ വീഴുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെൻ്റെ ഉമ്മത്തന്നല്ലേ, അവരെൻ്റെ ആളുകൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ മലക്കുകൾ മറുപടി പറയുന്ന, അവരോട് പറയപ്പെടുന്നതാണ്, മാ തദ്രി മാ അഹദസു ബഅദക്, നിങ്ങൾക്ക് ശേഷം അവരെന്താ പുതിയതായിട്ട് ദിനയിൽ കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഗൗരവമാണെന്ന് അപ്പം പറഞ്ഞേ. ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുവാനുള്ള സാഹചര്യത്തിൽ കടന്നു വരുമ്പോ മതത്തിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഈ ഹൗദ് നിന്ന് തടയപ്പെടുന്ന മറ്റൊരു ഹദീസിൽ പറഞ്ഞ കാണാൻ സാധിക്കും, സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ ഒരു മറയിടപ്പെടും. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതാണ്, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും, ഇന്നക ലാ തദ്രി മാ ബദ്ദലൂ ബഅദക്, നിങ്ങൾക്ക് ശേഷം അവര് പകരം വെച്ചത്, മാറ്റി ചേർത്തത് എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ബദ്ദല ബഅദി, സുഹ്ഖൻ സുഹ്ഖ, ഓടിപ്പോയിക്കോളി, അല്ലെങ്കിൽ ഇവിടുന്നാണ്ട് ദൂരെ പോയിക്കോളി, അകന്നു പോയിക്കോളി, ദൂരേക്ക് മാറിപ്പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലിമൻ ബദ്ദല ബഅദി, എന്റെ ശേഷം എന്റെ ദീനില് മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവന്നവരെ മാറിപ്പോയിക്കോളൂ എന്ന് പറയുന്നു. അതിൽ പെടാൻ പാടില്ല. അപ്പൊ എന്താ ദീനിൽ പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവരിക? പണ്ഡിതന്മാർ അതിനെ പല രൂപത്തിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പല രൂപത്തിൽ, നമുക്കൊക്കെ ഹൗദുൽ കൗസർ കുടിക്കാൻ മോഹമുണ്ടല്ലേ, ദാഹമുണ്ട് അല്ലെ? കാരണം പിന്നീട് അങ്ങോട്ട് ദാഹിക്കൂല എന്നാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് ജീവിക്കണ, ഏത് നിസ്സാരമായിട്ടുള്ള ചുരുങ്ങിയ കാലം ഈ ദുനിയാവിൽ ജീവിക്കണം എന്തിനു വേണ്ടിയിട്ടാ? കുറേ വലിയ വീടുണ്ടാക്കാൻ ആണോ? അല്ലല്ലോ. ആണോ മക്കളെ? അല്ല അല്ലേ? നമ്മുടെ സഹോദരിമാർ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു വലിയ വീടുണ്ടാക്കാൻ, മക്കളൊക്കെ നല്ല ജോലിയിലേക്ക് എത്തി, വലിയ നിലയിലെത്തി, എന്നിട്ട് നല്ലൊരു വീടും നല്ല സൂപ്പർ കാറും അല്ലെ, ആഗ്രഹിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ലക്ഷ്യം അതാണോ പ്രധാനമായിട്ട്? അല്ല. ഇവിടെ ആവാം, പക്ഷേ മെയിൻ ലക്ഷ്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അങ്ങനെ ആവണം എന്നുള്ള. അതുകൊണ്ടാണ് നമ്മളിത് പറയണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആരാണ് പുതുതായിട്ട് കൊണ്ടുവന്നവര് എന്നുള്ളത് പണ്ഡിതന്മാരെ പ്രവാചകന്റെ പല ഹദീസുകളിലൂടെ ആയിട്ട് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുസ്ലിം ആയിരുന്നവർ, പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് മരണശേഷം മുർത്തദ്ദായി പോയ ആൾക്കാരുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും കണ്ടിട്ടും പഠിച്ചിട്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സഹാബാക്കളോ ബാക്കിയുള്ളവരോ അതിൽ പെടൂലട്ടോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഒരതിൽ പെടൂല. അതല്ലാത്ത ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക പഠിക്കുകയൊന്നും ചെയ്യാത്ത, എന്നാൽ ശരിക്കും കണ്ടിട്ടുണ്ട് പക്ഷേ ഇല്ലാണ്ട് ഉള്ളിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള മുർത്തദ്ദായി പോയ ആളുകൾ, വളരെ ചുരുങ്ങിയ ആളുകൾ. രണ്ടാമത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അവസാന കാലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാതെ തന്നെ, പ്രവാചകന്റെ അവസാന കാലങ്ങളിൽ തന്നെ അറിയാതെ മുർത്തദ്ദായിട്ട് പോയ ആളുകൾ. പ്രവാചകനെ ശരിക്കും അറിയൊന്നുമില്ല, പിന്നെ അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോട് കൂടിയിട്ട് മുർത്തദ്ദായി പോയ ആളുകൾ. മൂന്നാമതൊരു വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമതൊരു വിഭാഗം അതിൽ ഉൾപ്പെടുന്നവരാണെന്ന് പറഞ്ഞു. അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നബിന്റെ അടുത്ത് വരുമ്പോൾ ഒരു മുസ്ലിങ്ങളൊക്കെയാണ്,
പക്ഷെ ഉള്ളിലോ കാഫിറാണ്. മുനാഫികളെ പോലെ മുനാഫികൾ എങ്ങനെ മുസ്ലിങ്ങൾ എടുത്തു തരുമ്പോൾ ഞാൻ നിങ്ങളിൽ പെട്ടവനെ എന്നറിയും, അപ്പുറത്തേക്ക് കഴിഞ്ഞാലോ ഞാൻ അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ അതറിയും, കാഫിറിങ്ങൾ എടുത്ത് പോയിട്ട് അവരിതിൽ പെടുന്നു പറഞ്ഞു. അതേപോലെ തന്നെ നാലാമതായിട്ടൊരു വിഭാഗത്തെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ദേഹേച്ഛകൾ അനുസരിച്ചുകൊണ്ട് ദീനിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിൽ പുതുതായിട്ട് കടത്തിക്കൂട്ടിയിട്ടുള്ള ആളുകൾ. ഈ മൈക്ക് പുതിയതാണ്, നബ്സുല്ലാഹിയുടെ കാലത്തുണ്ടേനോ? ഇല്ല. പക്ഷെ ദീനിൽ പുതിയതാണോ? അല്ലല്ലോ. ഇല്ലല്ലേ? ബാക്കിയുള്ളവർ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അതെന്ത്? നിങ്ങൾ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ട് കൊണ്ടുവന്ന സാധനം മാത്രം. അപ്പോൾ ഇത് പുതിയതാണ്, നബിൻ്റെ കാലത്തുണ്ടേനോ, അതുകൊണ്ട് മൈക്ക് പറ്റുമോ? ഇല്ല. അതിൻ്റെ ദീനിൽ പുതിയതാണ് അല്ല. പക്ഷെ ഒരാൾ പറയണേ ഞാൻ ഇന്ന് മുതൽ 5 വക്ത് നിസ്കാരം, ദുഹൂറൊക്കെ 5 റക്അത്താണ്, എത്തപ്പത് ഒരു 6 റക്അത്തൊക്കെ നിസ്കരിക്കാനുള്ള സമയമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ 6 ആക്കി കഴിഞ്ഞാലോ പറ്റൂലല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരാൾ പറയണെന്ത് കുറച്ചൊക്കെ നല്ലതാണ്, നിങ്ങൾ ഇതും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് വിശ്വാസം ചില ദിക്റുകളൊക്കെ പഠിപ്പിച്ചു ഇത്ര എണ്ണം ചൊല്ലണം എന്നൊക്കെ. ചില ആൾക്കാർ പറയാണ് നബി പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേറെ ചില ഇങ്ങനെ അല്ലാത്ത കുറേ ദിക്റുകൾ പുതിയതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കില്ല, ഖുർആനിൽ കാണാൻ പറ്റുന്ന പ്രാർത്ഥനകളല്ല, അത് നിങ്ങളാണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ എത്ര രോഗം മാറിക്കിട്ടും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എവിടെ ഉണ്ടോ നോക്കണോ, ഖുർആനിലുണ്ടോ, റസൂലുള്ള പഠിപ്പിച്ചണോ എന്ന് നോക്കണം. അതാണ് പുതിയത്. അപ്പൊ അങ്ങനെയുള്ള മതത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇറക്കിയിട്ടുണ്ട് അല്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് മതത്തെ നാം പരിപൂർണമാക്കി തന്നിട്ടുണ്ട്. ഇന്നേ ദിവസം നാം നിങ്ങൾക്ക് മതത്തെ പരിപൂർണമാക്കി തന്നിട്ടുണ്ട്. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തന്നിട്ടുണ്ട്. ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾക്ക് മതമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറഞ്ഞതാ. ഇനി മതത്തിക്കൊന്നും അങ്ങോട്ട് ചേർക്കാനുമില്ല, ഒന്നും ഇങ്ങോട്ട് കുറയ്ക്കാനുമില്ല. ആരെങ്കിലും ഒരാൾ പറയണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ നല്ലതാണ്, ജീവിതത്തിൽ നല്ലതാണ്, പരലോകത്ത് കുറെ അത് കിട്ടാൻ ഇത് കിട്ടാൻ ഒക്കെ കാരണമാണ് എന്നൊക്കെ ആരെങ്കിലും റസൂലുള്ള പറയാത്തൊന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാര് ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായം ചേർത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പരിപൂർണമായി പൂർത്തീകരിച്ചില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് എന്ത്? നിങ്ങളെ സ്വർഗത്തേക്ക് അടുപ്പിക്കാനായിട്ടുള്ളതൊക്കെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പറയണ സ്വർഗത്ത് കയറാൻ അത് പോരാ കുറച്ചൊക്കെ ഇതും കൂടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗദുൽ കൗസർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പുതിയത് ദീനിൽ പുതുതായിട്ട് കൊണ്ടുവരുന്നവരാവരുത്. അപ്പം ഹൗദുൽ കൗസർ എന്താണ്? നെഹ്റാണെന്ന് പറഞ്ഞു, പിന്നെ ഹൗദാണെന്ന് പറഞ്ഞു അല്ലേ? പണ്ഡിതന്മാർ അത് മാത്രമല്ല വീണ്ടും എണ്ണി പറഞ്ഞു. ചില പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അൻ-നുബുവ്വത്ത് വൽ കിതാബ്, നുബുവത്താണെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുള്ള നബിയായല്ലോ, നുബുവത്താണെന്ന് പറഞ്ഞു. ഗ്രന്ഥം ഖുർആനാണെന്ന് പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഇസ്ലാം തന്നെയാണ്, ഈ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതമാണെന്ന് പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള നിയമങ്ങൾ ഏതൊരാൾക്കും സുന്ദരമായി പാലിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ലഘൂകരിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അതാണെന്ന് ചിലർ പറഞ്ഞു. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഉയർത്തിക്കൊടുത്തിട്ടുള്ള പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇന്നും പ്രവാചകനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. അതാ നമ്മളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദിക്റുകളാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി കൊടുക്കുന്ന ഷഫാഅത്ത് ഉണ്ട്, ആ ഷഫാഅത്താണെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, ആ മുഅ്ജിസത്തുകളൊക്കെയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കൂടി ചേർത്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഖൈറുൽ കസീറുൽ ലദീ അഅതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ഒരുപാട് നന്മകളിൽ ആ നന്മകളിൽ ഏറ്റവും പ്രഥമം നെഹ്റും ഹൗദും ഒക്കെയാണെന്ന് അർത്ഥം. അപ്പൊ അൽ കൗസർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ധാരാളം നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഇഹലോകത്തും നാളെ പരലോകത്തുമായി കൊടുത്തതും കൊടുക്കാനിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് നന്മകളെ ചേർത്താണ് എന്ത് പറഞ്ഞത്? അൽ കൗസർ. അതിലേറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ളതാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുക്കുന്ന സ്വർഗത്തിലുള്ള നദിയും ആ ഹൗദുമൊക്കെ.
അല്ലെ? മറ്റൊരാൾക്കും ആ ഹൗന്ന് കോരി കൊടുക്കാൻ കഴിയൂല, കഴിയോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കോരി കൊടുക്കുക. വല്ലാത്തൊരു വലിയ സ്ഥാനമാണ്, ഒരു മഖാമും മഹ്മൂദ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ വലിയൊരു സ്ഥാനം കൂടിയാണ് അത് എന്നുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർ പൊതുവെ ചേർത്ത് പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ്? അൽ ഖൈറുൽ കസീർ അല്ലദീ അഅതാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരുപാട് നന്മകൾ. അപ്പൊ ധാരാളം നന്മകൾ. കസ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം എന്നല്ലേ? അതിൻ്റെ അധികാർത്താണ് എന്ത് ശരിക്ക്? അൽ കൗസർ. നഫ്ല്, നൗഫൽ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? നഫ്ലിൻ്റെ അധികാർത്താണ് നൗഫൽ. അതേപോലെയാണ് എന്ത്? കസ്റത്തിന്റെ അധികം, അതിലും കൂടുതൽ എന്ന് കാണിക്കുന്ന ഒന്നാണ് ഇത് അൽ കൗസർ. അപ്പോൾ ഒരു ധാരാളം നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നാ പറയണേ അടുത്ത ആയത്ത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഒന്നോതി ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പൊ ഒന്നാമതായിട്ട് പറഞ്ഞ എന്തായിരുന്നു? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അതിന് ഓതുമ്പോൾ മനസ്സിലിങ്ങനെ വരണം എന്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. പ്രവാചകന് നിനക്ക് നാം ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ ഫ അതുകൊണ്ട്, അല്ലെങ്കിൽ ആകയാൽ അതിനാൽ, ഫ സൊല്ലി. എന്താ സൊല്ലി പറഞ്ഞ? നിസ്കരിക്കാനുള്ള കൽപ്പന നൽകുക. ഫസല്ലി ലിറബ്ബിക. ആർക്ക് വേണ്ടിയിട്ടാ? നിന്റെ റബ്ബിന് വേണ്ടിയിട്ട്. നിന്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കുക. മാത്രല്ല വൻഹർ, ബലിയറുക്കുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാണ്, ഇത് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ ചെയ്തെന്നാണല്ലോ, നമ്മളോടും കൂടിയുള്ള കൽപ്പനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ഓരോരുത്തരോടുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത്, നന്ദി കാണിക്കുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ഏറെ മഹത്വമേറിയിട്ടുള്ള രണ്ട് ആരാധനാ കർമ്മങ്ങൾ അവിടെ പ്രത്യേകം പഠിപ്പിച്ച്. ഒന്ന് സ്വലാത്ത്, നമസ്കാരം. നമസ്കരിക്കുക, ആ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിസ്കാരം. നിസ്കാരം അതുവരെ നിസ്കരിക്കില്ലേനിയോ? ഉണ്ടേനി. പിന്നെന്താ ഇവിടെ ഫസല്ലി എന്ന് പറഞ്ഞേ? നിസ്കാരം ഒന്നുകൂടി എന്ത് ചെയ്യാൻ? നിത്യമാക്കാൻ, അധികരിപ്പിക്കാനാണ് വിശ്വാസമോട് പറയുന്നത്. നിസ്കാരം എന്ത് ചെയ്യണം? ഇനി ജീവിതത്തിൽ കുറച്ച് കൂടുതൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെ നിസ്കാരം? ആർക്ക് വേണ്ടിയിട്ടാ? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അല്ലേ? ഖുർആനിലുള്ള കേട്ടോ. നമ്മൾ ചൊല്ലലുണ്ട് നമസ്കാരത്തിൽ കൈയ്യിട്ടിട്ട് വജ്ജഹ്തു വജ്ഹി. അല്ല, ആണോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണോ നോക്കുക കേട്ടോ, ശ്രദ്ധിക്കണോ. ചിലപ്പോൾ ഞാൻ തെറ്റ് പറയണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നോക്കിക്കോളി. ഇൻഷാ അല്ലാഹ്. ഓക്കെ, കഴിയുന്ന തെറ്റ് പറയില്ല കേട്ടോ, കഴിയുന്നത്ര ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൃത്യമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ആ ആശയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 162, 60, 163 ആയത്തുകളിലൂടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയണ്ടേ? കുൽ, നീ പറയണം, എൻ്റെ നമസ്കാരം, എൻ്റെ നുസുക്ക്, ബലികർമ്മം, അതുപോലെ തന്നെ വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, അതുപോലെ തന്നെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതൊക്കെയും ആർക്കാ? സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, ഞാൻ എന്ത് ചെയ്യൂല? പങ്കു ചേർക്കൂല. ഇക്കാര്യത്തിലൊന്നും ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. വബിദാലിക ഉമിർതു, അപ്രകാരം തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടതും. അല്ലാഹു അല്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സ്വലാത വയുതുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. അല്ലേ, സൂറത്തുൽ ബയ്യിന. അവിടെ പറയണം വമാ ഉമിറു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ത്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാനല്ലാതെ. എങ്ങനെ ആരാധിക്കണം? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കമായി കൊണ്ട് ചെയ്യണം. വെറുതെ ചെയ്താൽ പോരാ,
അള്ളാഹ്ക്ക് മാത്രം കീഴ്വണക്കാക്കിയിട്ട് നിഷ്കളങ്കമായിട്ട് ചെയ്യണം. അതാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായിട്ട് പ്രവാചകനോട് ഓർമ്മപ്പെടുത്തിയത് എന്താ വെച്ചാൽ നിസ്കാരം വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങൾ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളെ കാലിൽ നീര് വെക്കുമാറ് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്, സുദീർഘമായിട്ട് നിസ്കരിക്കുക. കാലിൽ നീര് കെട്ടുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചാൽ ഇതൊക്കെ പുറത്തു നിന്നാണല്ലോ, നമുക്കോ അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ വളരെ പ്രാധാന്യത്തോട് ശ്രദ്ധിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനൊക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി നീട്ടി നിസ്കരിക്കുക, സുദീർഘമായി നിസ്കരിക്കുക. അപ്പോൾ ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമാവണ്ടേ? ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് ചോദിക്കുന്ന രംഗ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഓർക്കണം. ശരിക്കും നമ്മൾ ആലോചിക്കാൻ, നമ്മളിവിടെ ഇങ്ങനെ അൽഹംദുലില്ലാഹ് സുഖമായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ, കേൾക്കാൻ കഴിയുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, മറുപടി പറയാൻ കഴിയുന്നുണ്ട്. നമ്മൾക്കിടയിൽ ഒരു വേള നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കിടയിൽ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ, ഒരു വേള നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹത്തിന് അല്ലേ എത്ര ആൾക്കാർക്ക് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പൊക്കാൻ കഴിയുണ്ടല്ലോ, ഇത് പൊക്കാൻ കഴിയാത്ത നമ്മളെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ചെറുതായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര അല്ലേ. ഒരാൾക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കണ്ണൊന്നും കാണാത്ത ഒരാൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന ഒരു പണ്ഡിതൻ പറയുന്ന രംഗ, കണ്ണൊന്നും കാണുന്നില്ല, വല്ലാണ്ട് ശുക്റുകളിൽ ഇങ്ങനെ ഇതാവുകയാണ്, എപ്പോഴും അൽഹംദുലില്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കണ്ണ് കാണില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുണ്ടല്ലോ, ഇത് ചെയ്യാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മളൊരു ജീവിതത്തിൽ ചെറിയൊരു ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പ്രയാസം സംഭവിക്കുമ്പോഴത്തേന് പടച്ചോൻ എന്നെ കൈവിട്ടിട്ടോ, ഇല്ലേലും ഞാനെത്ര നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, എൻ്റെ കയ്യണമാതിരി ഒക്കെ ദീനിയായിട്ടുള്ള സദസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എന്നിട്ട് പടച്ചോൻ എനിക്കെന്നെ അല്ലേ ചില അവിടെ നിർത്തുന്നിട്ട് ചിലപ്പോൾ പറ്റുമോ? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴാണ് പ്രിയപ്പെട്ടവർ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ച് ശുക്ർ ചെയ്യാൻ കഴിയൂല. നാളെ സ്വർഗത്ത് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാളും തന്നെ തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം നാളെ സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സഹാബാക്കൾ എല്ലാ റസൂൽ നിങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ ഞാൻ സ്വർഗത്ത് പ്രവേശിക്കില്ല. ഏത് രാത്രിയിൽ കാലിൽ നീര് കെട്ടുമാറ് നിസ്കരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്ത്, ഞാൻ പോലും എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്ത് പ്രവേശിക്കൂല. അപ്പൊ അള്ളാന്റെ കാരുണ്യം നമുക്ക് അനിവാര്യ. അപ്പൊ ഒന്നാമതായിട്ട് പറഞ്ഞു ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കുക. രണ്ടാമത്തോ വൻഹർ, നീ ബലിയറുക്കുകയും ചെയ്യുക. ബലിയെറുക്കാനാ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലികർമ്മത്തെ കുറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നു കൂടിയുണ്ട്. നെഹറ എന്നുള്ള വാക്ക് ശരിക്ക് ഒട്ടകത്തറുക്കണീനാ പറയാം. ഒട്ടകത്തറുക്കുക നമ്മളെ നാട്ടിൽ ഈ പോത്തിനി ഒക്കെ അറക്കണ മാതിരിയാണോ? കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ആണോ അണ്ട് തള്ളിയിട്ട് അറക്കാണ് ചെയ്യുക? അല്ല, ശരിക്കും ഒട്ടകത്താ നിന്ന് നിപ്പിൽ അതിൻ്റെ കഴുത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇതൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറവിൽ പോലും നിങ്ങൾ ആ അറവ് മൃഗത്തിന് എന്ത് ചെയ്യണം? റാഹത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കത്തി ശരിക്കും ഊർജ്ജം കൂട്ടണം, പെട്ടെന്ന് ജീവൻ പോകണം, ഓരോ പ്രയാസപ്പെടുത്താൻ പാടില്ല. ചോരൊക്കെ പോയി പെട്ടെന്ന് താവണം, അതിനു വേണ്ടിയിട്ട്. അപ്പം ആ രൂപത്തിലാർക്കും. അപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ മറ്റുള്ളതിനൊക്കെ ദബഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ പൊതുവെ അറുക്കുക എന്നുള്ള ആശയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ബലികർമ്മം നടത്താൻ വേണ്ടി പറയാം ഏറ്റവും മാന്യമായിട്ട് അല്ലെ അള്ളാന്റെ പേരിൽ അറുക്കണത്. അള്ളാന്റെ പേരിൽ അറുക്കപ്പെട്ടാത്ത അല്ലെങ്കിൽ അല്ലല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടിട്ടുള്ള മാംസം ഹറാമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് ഇന്നമൽ ഖംറു വൽ മൈസിറു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് അല്ലല്ലാത്തവരെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ട മാംസങ്ങൾ കഴിക്കാൻ പാടില്ല.
അതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അറവ് നടത്തേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വ ഇന്നഹു ലഫിസ്ഖ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ കഴിക്കാൻ പാടില്ല മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹ്, അല്ലാത്തവരുടെ പേരിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതായിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന്. വ ഇന്നഹു ലഫിസ്ഖ്, അത് അധർമ്മാണ് എന്ന്. അപ്പൊ അറുക്കുമ്പം അള്ളാഹിന്റെ ശുക്രിന് വേണ്ടി നമ്മൾ ഒരു അറവുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുടെ അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് അത്രയും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള. ഹജ്ജിന് 100 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി അറുത്ത്. 100 ഒട്ടകങ്ങൾ, അതിൽ 63 എണ്ണവും റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് അറുത്തു. ബാക്കിയുള്ളത് അലി റളിയല്ലാഹുവിനോട് അറുക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ അറുത്തിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്ന, പ്രത്യേകിച്ച് സമയവും കാലമൊന്നും നോക്കൂല. അതിന് പ്രത്യേകിച്ച് ഒരു സമയമോ ദിവസമോ ഒന്നും നിർണ്ണയിക്കൊന്നുമില്ല. വീട്ടിൽ അറുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇടക്ക് അറുത്തിട്ട് എന്ത് ചെയ്യും, സഹോദരിമാർക്കൊക്കെ കൊടുക്കും, വിതരണം ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളതാ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കാൻ പറഞ്ഞില്ലേ ഉദ്ഹിയ്യത്ത്, അല്ലേ? ഉദ്ഹിയ്യത്ത് എപ്പോഴാണ് അറുക്കുക? വലിയ ബലിപെരുന്നാളിന് അറവ് പഠിപ്പിക്കപ്പെട്ട സമയങ്ങളാ. ബലിപെരുന്നാളിന് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറഞ്ഞു. ചില പണ്ഡിതന്മാരൊക്കെ അതിന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് ചില പണ്ഡിതന്മാർ ഈ ആയത്തിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉദ്ദേശിച്ചത് ബലികർമ്മ ഏതാണ്, ഉദ്ഹിയ്യത്താണെന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. ഗൗരവത്തോട് സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ എന്തായാലും അറുക്കണം, നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രയും ഗൗരവത്തോട്. അപ്പം പ്രവാചകൻ അറുത്തിട്ടുണ്ട്. നല്ല അസല് മുട്ടൻ ആടുകളെ 2 എണ്ണത്തിന് റസൂലുള്ളാഹി അറുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു ഹിജ്റയ്ക്ക് ശേഷം 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുക്കാറുണ്ടായിരുന്നു, വിട്ടിട്ടില്ല. അഖീഖ, ഇപ്പോഴാണ് അഖീഖ അറുക്കുക. കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഒരു കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുടി കളച്ചിനോട് അനുബന്ധിച്ചൊക്കെ എന്ത് ചെയ്യും, അഖീഖ അറുക്കാൻ പഠിച്ചു. കുഞ്ഞ് പറഞ്ഞാൽ തന്നെ അഖീഖ അറുക്കും. മുടി കളച്ചിൽ എന്നുള്ളതൊക്കെ എന്നോട് ചേർക്കണോ വേണ്ടെന്നുള്ളവർ. അപ്പോൾ ഏതായാലും അറവ് നടത്തുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള, ഖുർആനിലെ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വൻഹർ, അകൽ നീ എന്ത് ചെയ്യുക, അറുക്കുകയും ചെയ്യുക, ബലി അറുക്കുകയും ചെയ്യുക. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറവിന്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് അറുക്കണോ, അതുമല്ല കേട്ടോ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ആ അറുത്തതിൽ നിന്ന് എന്ത് ചെയ്യണം, ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാ. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് കഴിക്കുക, പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വഅത്ഇമുൽ ബാഇയ വൽ ഫഖീർ, ബാഇസൽ ഫഖീർ. പ്രത്യേകം പിന്നെ പറയണത് മറ്റൊരിടത്ത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാൻ വേണം, പിന്നെ വളരെ പരവശരായിട്ടുള്ള ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ, അവർക്ക് നിങ്ങൾ അതുകൊണ്ട് ഭക്ഷിപ്പിക്കാൻ വേണമെന്ന്. അപ്പം ഒരുപാട് നന്മകൾ ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയെത്ര നന്മകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ നന്മകൾ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളത്. മൂന്നാമതായിട്ട് ലാസ്റ്റ് ആയത്ത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, ഇന്ന തീർച്ചയായും, എന്ത് ഷാനിഅക, എന്താ ഷാനിഅക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ഈർഷ്യത വെച്ച് പുലർത്തുന്നവർ, നിന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ, അങ്ങനെയുള്ള ആളുകളാണെന്ത്, ഹുവ, അവൻ തന്നെയാണ് അൽ അബ്തർ, അവരാണ് അബ്തർ എന്ന് പറഞ്ഞു. അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയവർ. നമ്മളിതിൻ്റെ ആയത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, ഈ സൂറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സബബുൻ നുസൂൽ പറഞ്ഞു. അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹലും അബൂലഹബും അതുപോലെ തന്നെ അസ്ബിനു വായിലും അങ്ങനെയുള്ള കഅബ് ബിൻ അഷ്റഫും ഒരുപാട് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അറിയപ്പെടാത്തവനായിട്ട്, അനന്തരമെടുക്കാനൊരു ആൺതരി ഇല്ലാത്തവനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്തറായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്, ഹുവ, അവർ തന്നെയാണ്. ആരെയും അവർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോരുത്തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി ഇന്നും ഇല്ലേ, പ്രവാചകന്റെ നാമം ഉച്ചരിക്കാത്തൊരു നിമിഷം ചിലപ്പം ദുനിയാവിൽ ഉണ്ടാവില്ല. അല്ലേ? ബാങ്ക് ഇങ്ങനെ കൊടുക്കുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെന്താ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സമയത്തും സ്വലാത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഓരോ സദസ്സുകളിലും ഓരോ മെമ്പറുകളിലും പ്രവാചകനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും മനസ്സുകളിൽ അദ്കാറുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു.
അല്ലെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതുപോലെ പകർത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അതേപോലെ നമ്മൾ നിസ്കരിക്കുക. എങ്ങനെ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കയ്യെട്ടി അതേപോലെ കയ്യെട്ടാനാണ് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലേ? നമ്മൾ നിസ്കാരം ഓരോന്നും നമ്മൾ റസൂലുള്ളാഹി എങ്ങനെ ചെയ്ത്, അല്ലെ? റസൂലുള്ളാഹിന്റെ ജീവിതം അതുപോലെ അനുധാവനം ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹിന്റെ കീർത്തി ഇന്നും നിലനിന്നിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരും അബൂലഹബിന്റെ ഒരു മകൻ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി രണ്ടാൾക്കാരുണ്ടായിരുന്നു, അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത്. അബൂലഹബിന്റെ, അബൂജഹലിൻ്റെതോ ഇക്രിമ റളിയല്ലാഹു അൻഹു നമ്മളിന്ന് പറയണം, അല്ലേ? മക്കം ഫത്ഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച്. ആസിബിന് വായിലിന്റെ മക്കളും അതുപോലെ തന്നെ. അംറുബ്നുൽ ആസ് കേട്ടില്ലേ നമ്മള്? റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോരുത്തരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയോ. അതുപോലെ തന്നെ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ, അല്ലേ, ആന്തരികാവയവങ്ങൾ ചീഞ്ഞളിഞ്ഞ കുടൽമലക്ക് കഴുത്തിൽ കൊണ്ടുവന്ന് നിന്ന് ഇട്ടാള് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. അവരുടെ ഒരു മകളുണ്ട്. ആ മകളായിരുന്നു ആര്? ഉമ്മു കുൽസും ബിൻത്ത് ഉഖബ. ഇസ്ലാം സ്വീകരിച്ച് ഏത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ഒരുപാട് അവരുടെയൊക്കെ. പിന്നെ ഈ ആൾക്കാരൊക്കെ നമ്മൾ ഓർക്കണത് എങ്ങനെ? നല്ല ആൾക്കാരായിട്ടാ? അല്ല, ഏറ്റവും മോശമായിട്ട്. അവർ ഓർക്കുന്നില്ല ഒരു വേള. നീ ഓർക്കുകയാണെങ്കിൽ തന്നെ എന്താ? അബൂജഹൽ എന്ന് പറഞ്ഞാൽ ലാനഹുല്ലാഹ് എന്നാണ് പറയാം, ലാനത്തുല്ലാഹി അലൈഹി എന്നാ പറയാം, അല്ലേ? അപ്പോൾ അത്രയും മോശമായിട്ടാണ് ഓർക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദീനി നിഷ്ഠയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ അനുഗ്രഹങ്ങൾ അൽ കൗസർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി നിഷ്ഠയാ, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നല്ല രൂപത്തിൽ ജീവിച്ചോണ്ടാ അള്ളാഹിന്റെ അടുക്കൽ ആരാ ഉത്തമര്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ ഏറ്റവും മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാരാ? ഇവിടെ കുറേ സ്വത്തും സമ്പാദ്യം മക്കളും ഒക്കെ ഉള്ളവരാണോ? അല്ല. ഇവിടെ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഉഷാറാണ്. സ്വന്തം ഭാര്യനോട് മൂപ്പരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ? ഏറ്റവും ഉത്തമരാരാ? അത്ഖാക്കും. നിങ്ങൾ തഖ്വ ഏറ്റവും കൂടുതലുള്ളവരാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാ എന്ന് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്താൻ ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അബ്ദുൽ മലിക് മർവാൻ ബിൻ ഇമാം സുഹരി റഹിമഹുല്ലയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അബ്ദുൽ മലിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഹിവാറുണ്ട്. ഒരിക്കലും ഇമാം സുഹരി ഇങ്ങനെ കടന്നു വരിക. ഉമവി ഖലീഫയായിട്ടുള്ള മർവാന്റെ അടുക്കലേക്ക് ഇങ്ങനെ അബ്ദുൽ മലിക്കിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മക്കയെന്നാണെന്ന് പറഞ്ഞു. മക്കയെന്നാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ചോദിച്ചു, ആരാണ് അവിടുത്തെ നേതാവായിട്ടുള്ളത്? അത്താ ബിൻ അബീ റബാഹാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അവർ അറബിയാണോ അതല്ല മൗലയാണോ എന്ന് ചോദിച്ചു. മൗല എന്ന് പറഞ്ഞാൽ അടിമ, മോചിപ്പിക്കപ്പെട്ടുള്ള അടിമയാണ്. അപ്പോൾ അവിടെ അതാരാന്ന് ചോദിച്ചു. അത് മൗലയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു മൗലയായിട്ടുള്ള ആൾ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോൾ ബിദ്ദിയാനതി വരിവായ, അവരുടെ ദീനീ നിഷ്ഠയും അവരുടെ വിജ്ഞാനവുമാണ് അവരെ ആ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യമനിലുള്ള ഭരണം നടത്തുന്നത് ആരാ? അവിടെ പറഞ്ഞു തൗസ് ബിൻ കൈസാനാണെന്ന് പറഞ്ഞു. അതാരാ? മൗലയാണോ അറബിയാണോ? മൗലയാണ്. ആരാ? എന്തുകൊണ്ടാണ് അവർ നേതൃസ്ഥാനത്ത് വന്നേ? നേരത്തെ എന്തുകൊണ്ടാണോ അത്താ ബിൻ അബീ റബാഹ് നേതൃസ്ഥാനത്ത് വന്നേ? അതേ കാരണം കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ മൗലയാണ്. അവസാനം ഒരു സ്ഥലത്ത് മാത്രം അറബിയാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്നുള്ള വിഷയത്തിൽ നിന്നിട്ട് അവിടെ ഒരു മനസ്സിലൊരു പ്രയാസത്തോട് കൂടിയിട്ട് ആ മർവാൻ ചോദിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ച് ഇമാം സുഹരി റഹ്മഹുല്ലാ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ ഇന്നമാ ഹുവ ദീനുൻ മൻ ഹഫിളഹു സാദ ദയ്യഹു സഖത. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതൊക്കെ ദീന് കാരണം. ആരാണോ ഈ ദീനി നിഷ്ഠയെ, ആരാണോ ഈ മതത്തെ, ഈ ദീനി വിജ്ഞാനത്തെ മുറുകെ പിടിക്കുന്നത്, അവർ നയിക്കും, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുവരും. അതല്ല, ആരാണോ അതിനെ ഒഴിവാക്കിയിട്ട് അതിനെ പാഴാക്കി കളയുന്നത്, അവർ വീഴുകയും ചെയ്യും. അപ്പൊ അള്ളാന്റെ അടുക്കലും ഈ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഏത് രൂപത്തിലും ശുക്ർ ചെയ്യേണ്ടവരാണെന്നുള്ള വലിയൊരു ആശയം ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ള
അല്ലെ? നമുക്കൊന്നും കൂടി ഒന്ന് പാരായണം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ശേഷം ഒന്ന് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ശരണം തേടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലേ. എന്നിട്ട് പിന്നെ പറയണത് ഒന്നാമത്തേത് ഇന്നാ അഅ്തൈനാകൽ കൗസർ. എന്താ ഇന്നാ അഅ്തൈനാക? തീർച്ചയായും നിനക്ക് നാം നൽകിയിരിക്കുന്നു എന്ത്? അൽ കൗസർ, കൗസർ നൽകിയിരിക്കുന്നു, ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഫസ്വല്ലി റബ്ബിക വൻഹർ. ഫസ്വല്ലി, അതുകൊണ്ട് നീ നമസ്കരിക്കുക. ലി റബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട്, നിന്റെ റബ്ബിന്. വൻഹർ, ബലിയറുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, നിശ്ചയമായിട്ടും നിന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവര്, ഈർഷ്യത വെച്ച് പുലർത്തുന്നവര്, ഹുവ, അവൻ തന്നെയാണ്, അൽ അബ്തർ. അൽ അബ്തർ വാലറ്റ്, അല്ലെങ്കിൽ ഭാവിയിൽ അറിയപ്പെടാത്തവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുവഹിദുകളുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഇവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ ഹിദായത്തിലൂടെ മുന്നേറിക്കൊണ്ട് നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുവഹിദുകളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലൊക്കെ പ്രയാസങ്ങൾ, പല രൂപത്തിലെ രോഗം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.